My beloved sisters, Assalamu alaikum wa rahmatullahi wa barakatuhu. വാട്ട് ഈസ് മെനോപോസ് അഥവാ ആർത്തവ വിരാമം എന്നാൽ എന്തില്ലേ? മെനോപോസ് ഈസ് എ വൺ ലേഡീസ് ലാസ്റ്റ് മെൻസസ്, അതായത് ഒരു സ്ത്രീയുടെ ഏറ്റവും അവസാനത്തെ മെൻസസിനാണ് മെനോപോസ് എന്ന് പറയുന്നത് അല്ലേ. ഈ മെനോപോസ് ഉണ്ടാവാനുള്ള കാരണം എന്താ വെച്ചാൽ നമുക്കറിയാം, മെൻസ്ട്രൽ പീരീഡിൽ നമുക്കിങ്ങനെ ബ്ലീഡിങ് ഉണ്ടാവും. അതൊരു 7 ദിവസം, ചിലർക്ക് കൂടിയ ദിവസങ്ങളായേക്കാം. അപ്പോൾ ഇസ്ട്രജൻ ഹോർമോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലേഡീസ് ഹോർമോൺ, അത് സ്ത്രീകളിലുള്ള ഒരു ഹോർമോണാണ്. അതിൻ്റെ കാരണം അത് കുറഞ്ഞു പോകുന്നതുകൊണ്ടാണ് മെനോപോസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ മെനോപോസ് കാലത്ത് നമ്മുടെ ബോഡിയിൽ ഒത്തിരി ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട്. ആ കാരണത്താൽ തന്നെ അധിക ലേഡീസും ടെൻസ്ഡ് ആണ്. ഒന്നാമത് ഇനി നമുക്ക് പ്രസവിക്കാൻ ചിലപ്പോൾ ഒന്നൊക്കെ പ്രസവിച്ചിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ മെൻസസ് ഒന്നും അതിന് പ്രസവിക്കാൻ പറ്റൂലേ, ബോഡി ഹീറ്റ്, അങ്ങനെ ഒരുപാട് സിംറ്റംസ് ഉണ്ട്. അതിൻ്റെ അത് താഴെ പറയും ഇൻഷാ അല്ലാ. അത് 40+ ആകുമ്പോഴേക്കും മെൻസസിന് ഈ മെനോപോസിൻ്റെ ഈ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും. അതായത് ഇസ്ട്രജൻ എന്ന ഹോർമോൺ ഇങ്ങനെ കുറയുന്ന കാരണമാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ മെൻസസ് അറിയാത്തവർ ആരും തന്നെ ഇല്ല അല്ലേ. എല്ലാവർക്കും മെൻസസ് ഉണ്ട്. അപ്പോൾ മെൻസസിൻ്റെ ഒരു സ്റ്റോപ്പേജ്, ഒരു അവസാന ഘട്ടത്തിനാണ് ഈ മെനോപോസ് എന്നും ആർത്തവ വിരാമമെന്നും ഒക്കെ പറയുന്നത്. എല്ലാറ്റിനും ഒരു അവസാനമുണ്ട് അല്ലേ. സച്ചാസ് മെൻസസ് വിൽ സ്റ്റോപ്പ്, അതുപോലെ തന്നെ മെൻസസും സ്റ്റോപ്പ് ചെയ്യും. ഈ മെനോപോസ് ടൈമിൽ ബോഡിയിൽ എന്തെല്ലോ ലക്ഷണങ്ങൾ, എന്തെല്ലോ ഇറിറ്റേഷൻസ്, പല സിംറ്റംസും ഉണ്ട്. അവ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതൊന്നും കണ്ട് നമ്മൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല അല്ലേ. ഇതൊരു പ്രകൃതിയുടെ എന്താ പറയുക, ഒരു ലേഡീസിനുള്ള ഒരു അനുഗ്രഹമാണെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. ചിലർ വണ്ടറടിക്കും, അല്ല പഠിച്ചോനെ എനിക്കെന്തൊക്കെ വന്നു പോയതില്ലേ. അതായത് മെയിൻലി ഫോക്കസ് ചെയ്യുന്ന ഒരു ചുട്ടുപുകച്ചിൽ, ഹോട്ട് ഫ്ലഷേഴ്സ് നെറീന്, ബോഡി മൊത്തം ഒരു ചൂട്. എവിടെ കിടന്നാലും 5 സ്പീഡിൽ ഫാൻ ഇട്ടാലും ചൂട് മാറൂല, ഫാനിൻ്റെ ചോട്ട് കിടന്നാലും മാറൂല. രാത്രി കിടക്കുമ്പോൾ ഇട്ട ഡ്രസ്സൊക്കെ എന്തോ അല്ലേ, ഡ്രസ്സൊന്നും ഹെവി മാക്സി അങ്ങനത്തെ ചുരിദാർ അങ്ങനത്തെ ഒന്നിട്ട് രാത്രി ഈ ഏജ് ആകുമ്പോൾ നമുക്ക് കിടക്കാൻ പറ്റൂല അല്ലേ. നൈസ് മാക്സിയോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഇടണം, കുളിച്ചിട്ട് കിടക്കണം. പകൽ കുളിച്ചാലും രാത്രി കുളിക്കണം. പിന്നെ ഇടയ്ക്കൊന്ന് ഉണർന്നിട്ടും ഇങ്ങനെ ബോഡി ചൂടായിട്ട് ഇരുന്നോണം, എഴുന്നേറ്റ് ഇരുന്നോണം, കിടന്നോണം, ഇങ്ങനെ കളിക്കും അല്ലേ. ഇതിലിപ്പോൾ മെൻസസ് നിൽക്കാത്തവരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇത് വലിയ ഉപകാരമാണ്. നമ്മളിതൊക്കെ നിന്ന് പോയല്ലോ. പിന്നെ നമ്മളെ ഡെയിലി റൊട്ടീനിൽ, ജീവിതചര്യകളിൽ നമ്മൾ എടുത്തുകൊണ്ടിരുന്ന സാധാരണ പണികളൊന്നും നമുക്ക് ചിലപ്പോൾ എടുക്കാൻ പറ്റൂല. താനേ സങ്കടം വരും, കരച്ചിൽ വരും, എന്താണെന്ന് അറിയൂല, ദേഷ്യം വരും, ഭർത്താവിനെ കാണുമ്പോൾ ഇഷ്ടം ഉണ്ടാവില്ല, കുട്ടികളോട് എന്ത് പറഞ്ഞാലും തട്ടിക്കേറും. ഇങ്ങനെ കണ്ട ഒരുപാട് ലക്ഷണങ്ങളുണ്ട് അല്ലേ. ആക്ച്വലി ഇത് നമ്മൾ ലേഡീസിനും അറിയില്ല, ഭർത്താക്കന്മാർക്കും അറിയില്ല. ഇത് അവരറിഞ്ഞിരുന്നെങ്കിൽ അത് കണ്ടും കേട്ടും അവരൊന്ന് അറിഞ്ഞ് പെരുമാറുമായിരുന്നു. പക്ഷെ അവർക്കും അറിയില്ല ഇതെന്താ സാധനം, മെനോപോസ് ആണോ, ഇതുകൊണ്ടാണോ ഇവൾക്ക് ഇങ്ങനെ ദേഷ്യം വരുന്നതെന്നൊന്നും അവർക്കും അറിയില്ല അല്ലേ. അങ്ങനെയൊക്കെ ചില ഡിവോഴ്സുകൾ വരെ സംഭവിച്ചേക്കാം ഈ പ്രായത്തിലുള്ള ഈ കാരണങ്ങൾ കൊണ്ട്. അപ്പം ഈ ഹോട്ട് ഫ്ലഷേഴ്സ് എന്ന് പറയുന്നത് ഭയങ്കര വല്ലാത്തൊരു ബോഡീൻ്റെ അവസ്ഥയാണ്. ചുട്ട് പൊള്ളലും, നിൽക്കാൻ പറ്റായി, എന്ത് ഡ്രസ്സ് ഇട്ടാലും. ഇപ്പോൾ പർദ്ദകളൊക്കെ യൂസ് ചെയ്യുന്ന പോലെയാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിൻ്റെ വലിയ സലഫി മക്കനെയൊക്കെ ഇടുമ്പോൾ. പിന്നെ അതിനോടൊപ്പം തന്നെ ഉണ്ടാകുന്നുള്ളൊരു ആങ്സൈറ്റി, ഡിപ്രഷൻ, ടെൻഷൻ, സ്ട്രെസ്സ് മുതലായ കാര്യങ്ങളില്ലേ. വെറുതെ ഇങ്ങനെ ആലോചിച്ചിരിക്കുക, കരയുക, എന്തിനെങ്കിലും കുറിച്ച് ഇങ്ങനെ ഡിപ്രസ്ഡ് ആവുക. നമുക്കറിയാം, നമ്മുടെ ഫിസിക്കൽ ബോഡി ആക്റ്റീവ് ആവണമെങ്കിൽ മെൻ്റൽ ബോഡി നല്ല സ്ട്രെങ്ത് ആയിരിക്കണം അല്ലേ. മാനസികമായിട്ട് നമ്മൾ നല്ല സ്ട്രെങ്ത് ആണെങ്കിൽ മാത്രമേ നമ്മളെ ഫിസിക്കൽ, അതായത് ശാരീരികമായിട്ട് ചെയ്യുന്ന പ്രവൃത്തികളും ഡെയിലി റൊട്ടീൻ നമ്മൾ വീട്ടിൽ ചെയ്യുന്നതും നിസ്കാരവും പഠനവും മറ്റു കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോകണമെങ്കിൽ നമ്മളെ ബ്രെയിൻ ആക്റ്റീവായി നിൽക്കണം. അപ്പോൾ ഈ സമയത്ത് ഇങ്ങനെ സ്ട്രെയിനും ഒക്കെ വരുന്നത് കാരണം നമുക്ക് ബോഡി തന്നെ വീക്കായി കിടക്കും.
മാത്രമല്ല വജൈനൽ ഡ്രൈസ്, അതായത് പിന്നെ മൂത്ര ഇതുണ്ടല്ലോ, യോനി ദ്വാരങ്ങൾ, അവിടെ ഭയങ്കര ഒരു ഉണക്കം വരും. അപ്പം നമുക്ക് പേടിയല്ല, പഠിച്ചോനെ ഇനി സെക്ഷൽ ഇൻ്റർകോഴ്സ് പറ്റൂലേ, ഹസ്ബൻഡിന് ഇനി ഇഷ്ടമില്ലാണ്ടാവോ, അങ്ങനെ പലതും ബന്ധപ്പെടുമ്പോഴൊക്കെ ഒരു വല്ലാത്ത ഡ്രൈനെസ് ഫീൽ ചെയ്യും. അപ്പോൾ അതിനൊക്കെ ഇപ്പം തന്നെ വല്ല ജെല്ലുകളും പല മെഡിസിൻസൊക്കെ ഉണ്ട്, ഡോക്ടേഴ്സിനോട് പറഞ്ഞാൽ അത് അവർക്കും അറിയാം. പക്ഷേ ഇതൊക്കെ മുൻകാലങ്ങളിലെ ലേഡീസ് എന്താ ചെയ്തൊന്നും പറയൂല അല്ലേ, ഇതൊക്കെ ബോഡീൻ്റെ ഉള്ളിൽ തന്നെ ഒതുക്കി, ഹസ്ബൻഡും അറിയില്ല. ഈവൻ എനിക്ക് പോലും ഇതിനെക്കുറിച്ച് വലിയൊരു അവഗാഹമൊന്നും ആ പ്രായത്തിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ അങ്ങനെ അടക്കി പിടിച്ച് സപ്രസ് ചെയ്ത് കൊണ്ട് നടക്കുക ചെയ്യുക അല്ലേ. പക്ഷെ ഇപ്പം നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു ഏകദേശ ധാരണ ആയതുകൊണ്ട് നമുക്ക് ഇതെന്താണെന്ന് മനസ്സിലാക്കാം. പിന്നെ ഉറക്കമില്ലായ്മ, ഇൻസോമിനി അതിൻ്റെ വലിയൊരു ലക്ഷണത്തിൽപ്പെട്ടതാണ്. ഉറക്കമുണ്ടാവില്ല, അങ്ങോട്ട് തിരിഞ്ഞടന്ന് ഇങ്ങോട്ട് തിരിഞ്ഞടന്ന്. ആ ഉറക്കമില്ലാഞ്ഞാൽ തന്നെ നമ്മുടെ ബോഡിയിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവും. നേരം പോലത്തെ ഒരു പണിയും മര്യാദയ്ക്ക് നടക്കൂല, ചിന്തിക്കാൻ പറ്റൂല, ഒന്നും ആക്റ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഉന്മേഷത്തോടു കൂടി ചെയ്യാൻ പറ്റൂല. ചോറും കറിയും ഉണ്ടാക്കുക, ചപ്പാത്തി ഉണ്ടാക്കുക അറിയുന്ന അതൊരു റൊട്ടീനാണ്. അതിന് തലയും ബുദ്ധിയൊന്നും വേണമെന്നില്ല. അതെങ്ങനെ സമയമാകുമ്പോൾ അടുക്കളയിലെത്തിയാൽ കൈകൊണ്ട് അങ്ങനെ ആയിപ്പോവും. അതല്ലാണ്ടുണ്ടല്ലോ ഷെൽഫ് ഒരുക്കൽ, മിറ്റൊക്കെ അടിച്ച് വൃത്തിയാക്കൽ, വേറെ എന്തൊക്കെ ചെയ്യൽ, പഠിക്കൽ, അങ്ങനത്തെ കണ്ട ഈ ബ്രെയിൻ യൂസ് ചെയ്ത് ചെയ്യുന്ന പണികളൊന്നും മുമ്പിൽ നടക്കൂല. പിന്നെ കയ്യിൻ്റെ വിരലിൻ്റെ അറ്റം പൊട്ടൽ, പിന്നെ വിയർപ്പ് കൂടുതൽ, ഭയങ്കര സ്വെറ്റിംഗ് ആയിരിക്കും. വിയർപ്പ് കൊണ്ട് ഒരു രക്ഷയുണ്ടാവില്ല, എത്ര കുളിച്ചാലും വിയർപ്പും പിന്നെ ഒക്കെ തന്നെ ആയിരിക്കും. പിന്നെ സെക്ഷൽ ഇൻ്റർകോഴ്സിൽ ഞാൻ പറഞ്ഞല്ലോ, പിന്നെ വജൈനൽ ഡ്രൈനസ് വരുന്നത് കൊണ്ട് പിന്നെ ബന്ധപ്പെടുന്നതിന് ഒരു മടിയും വേദനയും പെയിനൊക്കെ ഉണ്ടാവും. അപ്പോൾ പെയിന് കിട്ടുമ്പോൾ നമ്മൾ ബന്ധപ്പെടാൻ മടി കാണിക്കും. അപ്പോൾ ഇതിനൊക്കെയുള്ള പിന്നെ ഡോക്ടേഴ്സും അതിനുള്ള പിന്നെ മെഡിസിൻസും ഒക്കെ ഉണ്ട്. മെഡിസിൻ അല്ലെങ്കിലും നമുക്ക് ഡോക്ടേഴ്സിനോട് കൺസൾട്ട് ചെയ്ത് ഹോമിയോ മെഡിസിനോ അങ്ങനെയൊക്കെ എടുക്കാം, ഈ ബോഡിയിലുള്ള ചേഞ്ചസ് മാറ്റാം. പിന്നെ ചോക്ലേറ്റ് കഴിക്കാൻ ഇഷ്ടം കൂടും ഈ സമയത്ത് ചിലരൊക്കെ. ഇതൊക്കെ എല്ലാവരിലും ഉള്ള ലക്ഷണങ്ങൾ ആയിക്കൊള്ളണം എന്നില്ല, ചിലരിൽ മാത്രമുള്ളതായിരിക്കാം ചില ലക്ഷണങ്ങൾ. പിന്നെ ചെറിയ കാര്യത്തിന് പോലും വഴക്ക്, ദേഷ്യം, പിന്നെ എടുത്തുചാട്ടം, ഇങ്ങനെ അതുവരെ ഇല്ലാത്ത ഒരു ഉമ്മനായിരിക്കും കുട്ടികളപ്പം കാണുന്നില്ലേ. അപ്പോൾ കുട്ടികൾക്കും മനസ്സിലാവില്ല, ഹസ്ബൻഡിനും മനസ്സിലാവില്ല. അപ്പോൾ ഞാൻ വിചാരിക്കുക ആ ഒരു വീഡിയോ ഒക്കെ നമ്മൾ ഹസ്ബൻഡിന് അയച്ചു കൊടുത്തിട്ട് ഹസ്ബൻഡ് ഇത് കുട്ടികളോട് കൂടി ഷെയർ ചെയ്യണം. നമുക്ക് 40 വയസ്സായി, നമുക്ക് എന്തോ പ്രത്യേകതരം ഗർഭപാത്രത്തിൽ എന്തെല്ലോ ഹോർമോണിൻ്റെ ഇൻബാലൻസ് സംഭവിക്കുന്നതുകൊണ്ട് ദേഷ്യവും കാര്യമൊക്കെ ഉണ്ടാവും, നിങ്ങൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകണം എന്നുള്ള വസ്തുത കുട്ടികളോടും കൂടെ ഉമ്മ ഡയറക്റ്റ്ലി പറയുന്നതിനേക്കാൾ നല്ലത് ഹസ്ബൻഡ് ഇത് മനസ്സിലാക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് ഈ വീഡിയോ ഒന്ന് ഹസ്ബൻഡിനെയും കൂടെ കേൾപ്പിക്കാൻ ശ്രമിക്കുക അല്ലേ. ഈ മെനോപോസ് ഉള്ളവർ നമ്മളിതൊക്കെ അങ്ങനെ ഒരു അസന്നിഗ്ധാവസ്ഥയിൽ കടന്നു പോയി. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ ഏകദേശം ഒരു അവയർനെസ് ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. അതായത് ഈ വീഡിയോ ഈ ഒരു ഏജ് വരുമ്പോൾ പിന്നെ ഇങ്ങനത്തെ പിന്നെ സിംറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഹസ്ബൻഡിനത് കേൾപ്പിച്ച് കൊടുത്തിട്ട് ഹസ്ബൻഡ് കുട്ടികളും നന്നായിട്ട് ഒന്ന് അനുകൂലിച്ച് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ബിഹേവ് ചെയ്താൽ ഈ പ്രശ്നമൊക്കെ സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ഓവർ റിയാക്ഷൻ, വേണ്ടിയതിനും വേണ്ടാത്തതിനൊക്കെ എടുത്തു ചാടുന്ന ഒരു സ്വഭാവമല്ലേ, അതുവരെ ഇല്ലാത്ത ഒരു സ്വഭാവമായിരിക്കാം ഭാര്യൻ്റെ അല്ലെങ്കിൽ ഉമ്മൻ്റെ. അപ്പോഴും നമ്മൾ കാണുക. പിന്നെ സ്കിന്നൊക്കെ ഡ്രൈ ആവുക, ഹെയർ സ്മൂത്ത് ആവുക, അത് മുടിയൊക്കെ ഭയങ്കര നൈസാവുക, പിന്നെ ഹെയർ ഫോളിങ് തുടങ്ങുക, മുടി ഇങ്ങനെ വല്ലാണ്ട് മുടി കൊഴിച്ചൽ. പിന്നെ ചിലരിലാണെങ്കിൽ ആർത്രൈറ്റിസ്, അതായത് മുട്ട് വേദന അതിയായിട്ടുണ്ടാവും. പിന്നെ മോഡ് സ്വിങ്സ്, അതായത് ഒന്നിനൊരു മൂഡുണ്ടാവില്ല, അവിടെ ഇവിടെ ഇങ്ങനെ തരിച്ചിരിക്കണം, കരയണം. ഇപ്പോൾ നേരത്തെ ഷായിന പറയുന്നുണ്ട് എനിക്ക് ഇങ്ങനെ കരച്ചിൽ വരികയാണ്. അങ്ങനത്തെ ഒക്കെ എന്തൊക്കെയോ ഒരു ലക്ഷണങ്ങൾ, നമ്മളാകെ ഒരു ഔട്ട് ഓഫ് ഓർഡർ ആയ മാതിരി, ഇനി ഒന്നിനും പറ്റൂലേ, എനിക്ക് വയസ്സായോ, ഇനി ഹസ്ബൻഡ് എന്നെ ഇഷ്ടപ്പെടൂലേ, എനിക്കിനി ഇൻ്റർകോഴ്സിന് പറ്റൂലേ, അങ്ങനെയൊക്കെ എന്തൊക്കെയോ ഒരു വിഷമങ്ങളും ഒരു പ്രയാസങ്ങളും ഒക്കെ. പക്ഷെ ആരോട് പറയാനും പറ്റൂല, എന്തെന്ന് പറയാൻ, ഇതൊക്കെ ഒരാളോട് നമ്മൾ പറയും, ആരോട് ഷെയർ ചെയ്യൂല അല്ലേ. അങ്ങനത്തെ ഒത്തിരി സിംറ്റംസ് ഉണ്ടാവും നമുക്ക് മെനോപോസ് ആകുമ്പോൾ. ഇത് എല്ലാവർക്കും എല്ലാ സിംറ്റംസും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പിന്നെ മെമ്മറി ലാപ്സ്, പിന്നെ വലിയ കാര്യമായിട്ടുള്ള ഓർമ്മകളൊന്നും ഉണ്ടാവില്ല, എന്തേ പറഞ്ഞാൽ വേഗം മറന്നു പോകും. ചിലരാണെങ്കിൽ നന്നായിട്ട് വെയിറ്റ് ഗെയിൻ ചെയ്യും, നല്ല വെയിറ്റ് വരും. അങ്ങനെ ബോഡി ഭാരം കൂടും. ഇങ്ങനെ വെറുതെ ഇങ്ങനെ ആലോചിച്ച് കുത്തിരുന്നാൽ തന്നെ പിന്നെ ബോഡി വെയിറ്റ് കൂടുമല്ലോ. അത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. വീട്ടുജോലി എടുക്കുന്നില്ല, വേറെ ഒന്നും ചെയ്യുന്നില്ല, കരച്ചിലും സങ്കടവും ഇരുത്തവും ഉറക്കില്ലായും ഒക്കെ വന്നാൽ തന്നെ ബോഡി വെയിറ്റ് കൂടും. ഷുഗറും പ്രഷറും കൂടാനുള്ള ചാൻസ് അതും കൂടുതലാണ്. കാരണം ഉറക്ക് കുറയുമ്പം അതും
ഡെവലപ്പാവും. പിന്നെ ഹെഡേക്ക്, പിന്നെ ഓവർ സ്വെറ്റിങ്, രാത്രിയാണ് ഭയങ്കരമായിട്ട് പിന്നെ വിയർക്കുക, അങ്ങനെ പല പല സിംറ്റംസും ഉണ്ട് അല്ലേ. അപ്പം ഇതൊക്കെ പലരും എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞവരാകാം ഗ്രൂപ്പിലുള്ളവർ. പിന്നെ ഇപ്പോൾ പുതിയ ന്യൂ ജെൻ കുട്ടികൾ 30 കഴിഞ്ഞവർക്കൊക്കെ ഇത് ഫേസ് ചെയ്യാനുള്ളത്. അപ്പോൾ അവർക്ക് ഇതിനെക്കുറിച്ചൊരു അവയർനെസ് കിട്ടിയാൽ വളരെ നല്ലതാണ്. പിന്നെ ഇപ്പോൾ ഇതൊരു നാച്ചുറൽ പ്രോസസ്സാണ്, നമുക്കറിയാം ഇതൊക്കെ. ഏതായാലും ഏത് ജാതിയായാലും ഏത് മതമായാലും ഇത് ലേഡീസിന് മാത്രം നൽകിയ അള്ളാഹുവിൻ്റെ ഒരു മഹത്തായ അനുഗ്രഹമാണെന്നും കൂടി വേണമെങ്കിൽ പറയാം. അൽഹംദുലില്ലാ. അങ്ങനെ പറയാൻ കാരണം മെൻസസ് പീരീഡ്, അതായത് മെൻസ്ട്രേഷൻ പീരീഡിൽ, അതായത് നമുക്ക് ഭയങ്കര റെസ്റ്റാണ്. അതായത് സെക്ഷൽ ഇൻ്റർകോഴ്സ് പാടില്ല, നോമ്പെടുക്കാൻ പാടില്ല, നിസ്കരിക്കാൻ പാടില്ല, പിന്നെ ഒരുപാട് ബോഡി സ്ട്രെസ് ചെയ്യുന്ന ഹാർഡ് വർക്ക്സ് ഒന്നും പാടില്ല, പിന്നെ ജിമ്മിൽ പോവുക, എക്സസൈസ് ചെയ്യുക, അതൊക്കെ നിർത്തിവെക്കണം. അന്നേരം നമ്മുടെ ബോഡി ഒന്ന് റിലാക്സ്ഡ് മൂഡിൽ വെക്കേണ്ട ഒരു സമയമാണിത്. ഈവൻ മുസ്ലിംസിന് മാത്രമല്ല, പിന്നെ നോൺ മുസ്ലിംസ് ആളുകളിലും ഈ ഒരു പ്രത്യേക സ്വഭാവം ജൂതന്മാരിലും ഹിന്ദുക്കളിലും ഒക്കെ കാണും. അവരൊന്നും കിച്ചണിൽ കയറുക പോലും ഇല്ല, വെറുതെ ഇരിക്കുക ചെയ്യുക അല്ലേ. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ആക്ച്വലി ഇതൊരു റെസ്റ്റിംഗ് പീരീഡും കൂടാണ് അല്ലേ. അപ്പോൾ അതിനെ നമുക്ക് അങ്ങനെ പറഞ്ഞുകൂടാ അല്ലേ. മെൻസസ് കൊണ്ട് നമുക്ക് ചില നേട്ടങ്ങളും ഉണ്ട്. പിന്നെ ലൈറ്റായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ എക്സസൈസ് ചെയ്യാം കേട്ടോ, ബോഡി ബെനിഫിഷ്യൽ ആയിട്ടുള്ള എക്സസൈസ്. അത് പിന്നെ മെൻസസ് കഴിഞ്ഞിട്ട് മെനോപോസ് പീരീഡിലത്താണ് പറയുന്നത് എക്സസൈസുകളൊക്കെ ആവും. അപ്പോൾ 40 കഴിഞ്ഞാൽ 50 കഴിഞ്ഞാലുള്ള ലൈറ്റ് എക്സസൈസുകളുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഒന്ന് നൂറ മ്യൂട്ടാക്കണേ. ഹലോ നൂറ. അപ്പോൾ ഇതൊരു നാച്ചുറൽ പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ ഇതിപ്പോൾ എനിക്ക് മാത്രമാണല്ലോ എന്ന് വിചാരിച്ച് ആരും തന്നെ പേടിക്കേണ്ടതോ ബേജാറാകേണ്ടതോ ഇല്ല. അങ്ങനെയൊക്കെയാണ് ഇതൊക്കെ. നമ്മളൊക്കെ അതിൻ്റെ മുമ്പുള്ള കാലഘട്ടത്തിലൊക്കെ അങ്ങനെയൊക്കെ പലതും സംഭവിക്കുമ്പോൾ ആകെ ഡിസോർഡർ ആയിരിക്കും. പൊതുവെ മുസ്ലിം ലേഡീസിനൊരിതുണ്ട്, കുറച്ചൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മളെന്തിനാ സൗന്ദര്യം നോക്കുന്നത്, നമ്മളെന്തിനാ ആരോഗ്യം നോക്കുന്നത്, അങ്ങനെയൊക്കെ ഒരു തോന്നലുണ്ട്. പക്ഷെ അങ്ങനെ ഇസ്ലാമും അങ്ങനെ പറഞ്ഞിട്ടില്ല, അള്ളാഹുവിനും ഇഷ്ടമില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു വിഷയത്തിൽ പ്രൊമോട്ട് ചെയ്തിട്ടും ഇല്ല അല്ലേ. അതായത് സ്ത്രീകളെ ആരോഗ്യവും, സ്ത്രീകളതായാലും പുരുഷന്മാരതായാലും ആരോഗ്യവും സൗന്ദര്യമൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അള്ളാഹു ജമീലുൻ ഇന്ന അല്ലാഹ യുഹിബ്ബുൽ ജമീല അല്ലേ. അറബി അറിയുന്ന എല്ലാവർക്കും അറിയാം, അള്ളാഹു ഭംഗിയുള്ളവരാണ്. അള്ളാഹു ഭംഗിയുള്ളവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. അപ്പോൾ എപ്പോഴും നമുക്ക് അള്ളാഹു തന്നിട്ട് കനിഞ്ഞ് അനുഗ്രഹിച്ച ശരീരം, ബോഡി പാർട്സ്. ഇന്ന് ഞാൻ രാവിലെ ഇരുന്നപ്പോൾ ഒരു മനുഷ്യ ശരീരത്തിനെ പറ്റിയിട്ടുള്ള ഒരു ടാസ്ക് കേട്ടു, ഞാൻ അന്തം മുട്ടിപ്പോയി. ഈ ലോകം മുഴുവനും ചുറ്റി വരയാൻ മാത്രമുള്ള വെയിൻസ്, അത്രയും നീളത്തിലുള്ള വെയിൻസ് നമ്മളെ ബോഡിയിലുണ്ട്. എത്രയോ കിലോമീറ്റർ നീളത്തിൽ, അത്രയും വലിയൊരു എന്താ പറഞ്ഞ സങ്കീർണമായ ലബോറട്ടറിയാണ് നമ്മളെ ബോഡി എന്ന് വേണം പറയാൻ. അപ്പോൾ ആ ബോഡി എന്ന് പറയുന്നത് അള്ളാഹു തന്നിട്ടുള്ളത് ഒരു അസുഖമില്ല. നമ്മളൊക്കെ ഉമ്മാൻ്റെ ഗർഭപാത്രത്തിൽ നിന്ന് പിന്നെ ജനിച്ചു വീഴുന്നത് ഭയങ്കര ഫുള്ളി പെർഫെക്റ്റ് ആയിട്ടാണ് അല്ലേ. പക്ഷെ ഇവിടെ വന്ന് നമ്മുടെ ഓരോ അശ്രദ്ധക്കുറവ് കൊണ്ട് പല അസുഖങ്ങളും വരുന്നുണ്ട്. പക്ഷെ മരുന്ന് കുടിക്കാണ്ടും പിന്നെ എക്സസൈസ് ചെയ്തിട്ടും ചില മരുന്നുകളൊക്കെ എടുത്ത് അത് പിന്നെ നോർമലൈസ് ചെയ്തിട്ടും ഒക്കെ നമുക്ക് ഹെൽത്തി ബോഡി ആയിട്ട് തന്നെ ഒരു കുളിമാടെന്ന് പറഞ്ഞ മൊലവ് എപ്പോഴും ചോദിക്കും, അള്ളാഹു തന്നത് നിങ്ങൾ തിരിച്ച് കൊടുക്കുമ്പോൾ എന്തൊക്കെ രോഗമായിട്ടാണ് കൊടുക്കുക അല്ലേ. അൽഷിമേഴ്സ്, മറ്റേ സ്ട്രോക്ക്, സ്ട്രെസ്സ്, അത് ഇത് തലവേദന, പിന്നെ ക്യാൻസർ, ഹാർട്ട്, ഇതൊക്കെ ആയിട്ടെല്ലാം നിങ്ങൾ തിരിച്ചു കൊടുക്കുന്ന അള്ള തന്ന ബോഡിയാണോ നിങ്ങൾ തിരിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിക്കും, മൊലവ് വരുമ്പോൾ ശരി തന്നെയല്ലേ, അള്ള തരുമ്പോൾ നമ്മളെ ബോഡി ഓർഗാൻസ് ഇൻറ്റേർണൽ പിന്നെ എക്സ്റ്റേണൽ ഒരു കംപ്ലൈൻറ്റും ഇല്ല, ഫുള്ളി പെർഫെക്റ്റ് ആയിട്ടാണ് അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും ശരീരം നൽകിയിട്ടുള്ളത്. അതിൽ ഈവൻ എക്സെപ്റ്റ് ചില ആളുകളിൽ ചില എന്തെങ്കിലുമൊക്കെ വൈകല്യങ്ങൾ കണ്ടേക്കാം. അതല്ലാണ്ട് നമ്മളിൽ 90% ആളുകളും പെർഫെക്റ്റ്ലി ആണ് ജനിച്ച് വീഴുന്നത് അല്ലേ. അപ്പോൾ നമ്മളെ ബോഡിയിൽ ഇങ്ങനത്തെ ചേഞ്ചസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ കണ്ടും അറിഞ്ഞും പാമ്പർ ചെയ്ത് അതിനെ ഇതാക്കിയിട്ട്, പാമ്പർ മീൻസ് നമ്മൾ അതിൻ്റെ ബോഡിയിലുള്ളതാണ്. ഈ സമയത്ത് അള്ളാഹു ഇങ്ങനെയൊക്കെ നമുക്ക് പല അനുഗ്രഹങ്ങളും തന്നിട്ടുണ്ട്, അതിൻ്റെ ഒരു ഭാഗമാണ്, ബിഹേവിയർ സിംറ്റമാണ് എന്ന് വിചാരിച്ച് നമ്മൾ തന്നെ അതൊരു കുറേ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചാൽ ഇതൊന്നും വലിയൊരു ഇഷ്യൂ ആയിട്ട് മാറൂല. ചിലർക്ക് ഡോക്ടറെ അടുത്തൊക്കെ പോകുന്ന കാണാം, ഇങ്ങനെ ഭയങ്കര ചൂട്, പിന്നെ എന്തൊക്കെയോ സിംറ്റംസ് ഉണ്ടാവും. ഈ പറഞ്ഞ കാരണങ്ങളൊക്കെ തന്നെ ഒന്ന് സിവിയർ ആകുമ്പോൾ പിന്നെ കാണിക്കാണ്ട് പറ്റാത്ത അവസ്ഥ വരില്ല. പിന്നെ ചിലർ ചെറിയ തുമ്മൽ വന്നാൽ അവരെ കാണിക്കുന്ന ആളുകളുണ്ടാവില്ല, അവർക്കൊക്കെ ഇതിനെന്തായാലും മെഡിക്കൽ ചെക്കപ്പ് വേണ്ടി വരും.
ഇത് പിന്നെ അതായത് പിന്നെ പെണ്ണുങ്ങൾക്കുള്ള പേടി ഇതാണ്, നമ്മളിങ്ങനെ ബോഡി വീക്കായി ക്ഷീണം വജൈനൽ ഡ്രൈനസ് ആകുമ്പോൾ ഹസ്ബൻഡിന് നമ്മളെ ഇഷ്ടമില്ലാണ്ടാവുമോ, നമുക്ക് ഇനി ജീവിതം മുന്നോട്ട് പോകാൻ പറ്റുമോ, പിന്നെ ഇനി പ്രസവം ഒരു കുട്ടിയൊക്കെ ആണുള്ളതെങ്കിൽ ഒന്നും കൂടെ പ്രസവം ആഗ്രഹിച്ചിരിക്കുന്നവരാണെങ്കിൽ ഇത് മെൻസസിൻ്റെ സ്റ്റോപ്പേജ് വന്നു കഴിഞ്ഞാൽ ഇനി പ്രസവിക്കാൻ പറ്റില്ലേ, ഇങ്ങനെയൊക്കെയുള്ള ആങ്സൈറ്റി കൂടുതലായിട്ട് വരും അല്ലേ. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആക്ച്വലി ഇതൊക്കെ ഈ പ്രായത്തിൻ്റെ ഈ മെനോപോസിൻ്റെ ലക്ഷണങ്ങളാണെന്ന് അറിഞ്ഞും മനസ്സിലാക്കിയൊക്കെ നിന്നാൽ ഇത് നമുക്ക് നോർമലി കൈകാര്യം ചെയ്യാവുന്ന ഒരു ടോപ്പിക്കാണ്. പിന്നെ ബോഡിയിൽ ഹോർമോണൽ ഇൻബാലൻസും ഹോർമോണൽ വേരിയേഷൻസും വരും. ഇസ്ട്രജൻ ഹോർമോൺ കുറയുന്നത് കൊണ്ടാണ് മെൻസസും ബ്ലീഡിംഗ് ഒക്കെ നിൽക്കുന്നത്, അതിൻ്റെ ഒരു ഇൻബാലൻസ്. പിന്നെ അപ്പോൾ ബോഡിയിൽ പിന്നെ ഹോർമോണൽ വേരിയേഷൻസ് ആണ് നമുക്കുണ്ടാകുന്ന ഈ സിംറ്റംസിൻ്റെ ഒക്കെ പുറകിൽ ഒളിച്ചിരിക്കുന്ന വില്ലൻ അല്ലേ ഈ സമയത്ത്. പിന്നെ ശാസ്ത്രലോകം വെളിപ്പെടുത്ത ഒരു പുതിയ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ 50 വയസ്സ് വരെ ലേഡീസിന് ഹാർട്ട് അറ്റാക്ക് വളരെ കുറവായിരിക്കും. അത് ശരിയാണ്. ലേഡീസിൻ്റെ ഇടയിൽ ഹാർട്ട് അറ്റാക്കും വളരെ കുറവാണ്. അത് ആണുങ്ങൾക്കാണല്ലോ, ചെറുപ്പക്കാരിൽ വരെ ഹാർട്ട് അറ്റാക്കിനുള്ള ടെൻഡൻസി കൂടുതൽ ആണുങ്ങളിലാണ്. അതിൻ്റെ മെയിൻ ഫോക്കസ് തന്നെയാണ് ബ്ലീഡ് ഇങ്ങനെ, അതായത് അശുദ്ധ രക്തം ഇങ്ങനെ എല്ലാ മാസവും പ്യൂരിഫൈഡ് ആയിട്ട് കിട്ടുന്നുണ്ടല്ലോ. ആ അശുദ്ധ രക്തം മെൻസസിലൂടെ പോകുന്നത് നിമിത്തം നമ്മളെ ബോഡിയിൽ നല്ല രക്തം മാത്രമാണ് പിന്നെ അവശേഷിക്കുന്നത്. പിന്നെ ഈ സമയത്ത് ചിലർക്ക് സ്കിന്ന് സാഗാവും, അതായത് ഇങ്ങനെ ചുളിഞ്ഞ് വരും. പിന്നെ ചിലർക്ക് ഡ്രൈനസ് സ്കിന്നാവും, ചിലർക്ക് ബ്രസ്റ്റ് സാഗ് ചെയ്യും, മാറിടൊക്കെ അങ്ങനെ ഇടിഞ്ഞ് താന്ന പോലെ തോന്നും. അപ്പോൾ നമ്മൾ എന്തോ ആയി മൊത്തത്തിൽ ഇങ്ങനെ വേണ്ടാത്തൊക്കെ ചിന്തിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ഇതൊക്കെ ഒരു വലിയ റീസൺ തന്നെയാണ് അല്ലേ. പക്ഷെ അതിനൊക്കെ തന്നെ നമുക്ക് അതിന് ഓപ്പോസിഷൻ ഓരോന്നിനും ഇപ്പോൾ, അതായത് ഫേസ് വണ്ണം കൂടിക്കഴിഞ്ഞാൽ കുറയ്ക്കാനും, മെലിഞ്ഞ ഫേസ് ആണെങ്കിൽ മെലിഞ്ഞ ഫേസ് ആണെങ്കിൽ ഒന്ന് തടി തോന്നിക്കാനും, ബ്രസ്റ്റൊക്കെ സാഗ് ചെയ്താൽ അതൊക്കെ ഡെവലപ്പാക്കാനൊക്കെ ഉള്ള ഒരുപാട് എക്സസൈസുകളും ഒരുപാട് മെഡിക്കൽ ടേംസും ഉണ്ട്. പക്ഷേ ഇതൊന്നും നമ്മൾ കാണുന്നില്ല എന്ന് മാത്രം അല്ലേ. നമ്മളെ കുറ്റവും പറഞ്ഞങ്ങനെ ഒരു മൂലയിൽ ഒതുങ്ങിക്കൂടും. പിന്നെ ഫുഡിൽ വൈറ്റമിൻ ഡി, ഇതൊക്കെ DE ഇത് രണ്ടും ഇൻടേക്ക് ചെയ്യണം. കൂടുതൽ വൈറ്റമിൻ ഡിയും ഇയും അടങ്ങിയ ഫുഡ് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ സ്കിന്ന് ഡ്രൈനസ്, അതായത് ഉണങ്ങിയിരിക്കാൻ മോയ്സ്ചറൈസ് ആയിട്ട് കൊണ്ട് നടക്കുക എന്ന് വെച്ചാൽ, കുളിച്ച് വന്നാലോ രാത്രി കിടക്കുമ്പോഴോ ഒക്കെ എന്തെങ്കിലും ക്രീമോ അല്ലെങ്കിൽ ശുദ്ധമായ വെളിച്ചെണ്ണനോട് അത്രയും കിടപിടിക്കുന്ന വേറെ ഒരു ക്രീമും കിട്ടാനില്ല. ഇപ്പം അമേരിക്കൻസ് വരെ ഇന്ത്യയിൽ നിന്നുള്ള വെർജിൻ വെളിച്ചെണ്ണ, കോക്കനട്ട് ഓയിലാണ് അത്ര യൂസ് ചെയ്യുന്നത്. അതുമാത്രം ബെനഫിറ്റുള്ള ഏറ്റവും നല്ല പിന്നെ ഓയിലായിട്ട് പിന്നെ മസാജിന് യൂസ് ചെയ്യാനായിട്ട് കണ്ടെത്തിയിട്ടുള്ള വെളിച്ചെണ്ണ തന്നെയാണ്. അപ്പോൾ ഒന്നുകിൽ വെളിച്ചെണ്ണ, അതല്ലെങ്കിൽ ഏതെങ്കിലും നല്ല കമ്പനീൻ്റെ, ഇനി ക്രീം ഉപയോഗിക്കുകയാണെങ്കിൽ പോലും ക്രീമിലും ഈ വെർജിൻ വെളിച്ചെണ്ണ കോക്കനട്ട് ഓയിൽ മിക്സ് ചെയ്ത് തേക്കുന്നതായിരിക്കും നന്നാവുക. കുളിച്ച് വന്ന ഉടനെയോ അതല്ലെങ്കിൽ രാത്രി കിടക്കാൻ പോകുമ്പോഴൊക്കെ സ്കിന്നൊക്കെ ഒന്ന് ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കുക. അതായത് ആ ഡ്രൈ ആയിട്ട് ഉണങ്ങിയ പോലെ തന്നെ കിടക്കുകയാണെങ്കിൽ ചൊറിച്ചലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അതിന് ഒരു നമ്മൾ സ്കിന്നിലൊരു വെള്ളത്തിൻ്റെ ഒരു അംശം ഉണ്ടായി നിൽക്കുന്നൊരവസ്ഥക്കാണ് ഹൈഡ്രേറ്റഡ് എന്ന് പറയുന്നത്. അങ്ങനെ ആയിട്ട് സൂക്ഷിക്കുക. പിന്നെ എനിക്ക് പ്രായമായോ, എനിക്ക് വയസ്സായി പോയോ എന്നൊക്കെ ഒരു മൂഡ് ഓഫും ഈ നെഗറ്റീവ് ചിന്താഗതികളും ഡിപ്രഷനൊക്കെ ഉള്ളപ്പോൾ ഇങ്ങനത്തെ പലതും മെൻ്റലിൽ വരും. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട. കാരണം 80 ഓടി നടക്കുന്നവരും 100 കഴിഞ്ഞിട്ടും പിന്നെ കട്ടിലേക്ക് കിടക്കാത്തവരും അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. അത് നമ്മളെ മെൻ്റൽ സ്റ്റേറ്റാണ് നമ്മളെ ആരോഗ്യം എന്ന് പറയുന്നില്ലേ. നമ്മളെന്താണോ എനിക്ക് മടി, എനിക്ക് വയ്യ, എനിക്ക് കഴിയൂല എന്നുള്ളൊരു മെൻ്റൽ സ്റ്റേറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ തന്നെ ആവും. നമുക്കൊന്നും കഴിയൂല ഐ ക്യാൻ ഡു എന്നുള്ളൊരു മോഡിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ എല്ലാ കാര്യവും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ യൂത്ത് എന്നും നമ്മളൊരു ചെറുപ്പമായിരിക്കണമെങ്കിൽ ഈ ഓവറോൾ എബോവ് 50 ആകുമ്പോൾ ഷുഗറും പ്രഷറും ഒക്കെ തന്നെ സ്ട്രിക്ട്ലി കൺട്രോൾ ചെയ്യണം. അതായത് ഫാമിലി ഹിസ്റ്ററി ഉള്ളവരാണെങ്കിൽ ഷുഗറും പ്രഷറൊക്കെ ഉള്ളതാണെങ്കിൽ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതൊന്നുകൂടെ ശ്രദ്ധിക്കണം. മാത്രമല്ല നമുക്ക് പിന്നെ ഇപ്പോൾ കിച്ചണിലൊക്കെ ഉള്ള വർക്കുകൾ എന്ന് പറയുന്നത് വെറുതെ ഇങ്ങനെ ഇളക്കലും പൊരിക്കലും മറിച്ചിടലും മാത്രമാണല്ലോ. പിന്നെ എന്തെങ്കിലും നിലം തുടക്കലോ അങ്ങനെ കണ്ട ലേശൊരു ഹെവിനെസ് വർക്കാണെങ്കിൽ അത് നമ്മൾ മെയ്ഡിനെയും വിളിക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ട് ബോഡിയിൽ തീരെ ഒരു എക്സസൈസ് കിട്ടുന്നില്ല. എക്സസൈസും ഇല്ല, ജോലി ഇല്ലാണ്ടായാൽ എന്തായാലും പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ ഡെവലപ്പ് ആകാനുള്ള ചാൻസ് കൂടുതലാണ്.
പിന്നെ ഏജ് ഈസ് എ ജസ്റ്റ് നമ്പർ അല്ലേ, അതായത് വയസ്സ് എന്ന് പറയുന്നത് വെറും നമ്പർ മാത്രമാണ്. ആ വയസ്സ് വെച്ച് എനിക്ക് ഇത്ര ആയി എനിക്കൊന്നും കഴിയില്ല, ആ ഒരു മൂഡ് ഓഫിലേക്ക് നമ്മൾ ഒരിക്കലും നമ്മളെ മനസ്സിനെ തള്ളിവിടരുത്. പിന്നെ നോട്ട് ഗിവൺ ടെൻഷൻ അല്ലേ, അതായത് ടെൻഷൻ കൊടുക്കുകയും ചെയ്യരുത്. കാരണം പലതും സംഭവിക്കാം, ഹസ്ബൻഡിന് ജോലി ഉണ്ടാവും, ജോലി മിസ്സാവും. ഇപ്പോൾ കൊറോണ കാലത്ത് എത്ര 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 ബിസിനസ്സുകളാണ് തകർന്നത്. ബാങ്കിൽ നിന്ന് അല്ലെ, സ്വതവേ അവർ കയ്യിലുള്ള പൈസ എടുത്തായിരിക്കും തുടങ്ങിയത്, പക്ഷേ ആ നഷ്ടം നികത്താൻ വേണ്ടി ബാങ്കിൽ നിന്ന് എടുത്തു, ബാങ്കിൽ വിടാൻ പറ്റിയില്ല, ജോലി പോയി, പിന്നെ ബിസിനസ് പൊളിഞ്ഞു, വീടിൻ്റെ റെൻറ്റ് കൊടുക്കാൻ പറ്റില്ല, അങ്ങനെ അങ്ങനെ ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലേ. അപ്പോൾ കാലക്രമേണ ഓരോ സീസണിനനുസരിച്ചുള്ള മാറ്റങ്ങൾ എന്തായാലും എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ട്, അതുപോലെ നമ്മളെ ജീവിതത്തിലും വരും എന്ന് വിചാരിച്ച് സമാധാനത്തിലിരിക്കുക, അല്ലാണ്ട് അതിനൊന്നും ടെൻഷൻ കൊടുക്കാനൊന്നും പോണ്ട. പിന്നെ മക്കളെ പിന്നെ ഇപ്പോൾ കുറച്ച് പ്രായമാകുമ്പോഴുള്ള വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പിന്നെ അവർ എവിടെയും പോവില്ല, മക്കളെ കാറും കാത്തുക്കും. സൺഡേയിൽ മാത്രമാണ് ആൺകുട്ടിയൊക്കെ ഒഴിവ്, അല്ലെങ്കിൽ പേരമക്കൾ കാറെടുക്കും, അന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിന്നിട്ട് നിങ്ങളെ കയ്യിൻ്റെയും കാലിൻ്റെയും ഒന്നും ആയ എബിലിറ്റി നിങ്ങൾ നഷ്ടപ്പെടുത്തണ്ട. നമുക്ക് കൈക്കും കാലിനൊക്കെ നല്ല പവറും ശക്തിയൊക്കെ ഉണ്ട്, നടക്കണം, ദൂരയാത്ര ചെയ്യണം, ഓട്ടോ കയറണം, ബസ്, പല ടൈപ്പ് വാഹനങ്ങളും കയറണം. അപ്പോൾ അതിലേക്കൊക്കെ ഇപ്പം അധിക സ്ത്രീകളും 50 കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാല് പൊന്തൂല എന്ന് പറഞ്ഞ് ബസ്സിൽ കയറാം. അങ്ങനെ ഒരു പൊന്താത്തൊരവസ്ഥ ആക്ച്വലി ഇല്ല. നമ്മൾ പൊന്താത്ത ബസ്സിലേക്ക്, അതായത് നിർത്തിയിട്ട ബസ്സിൽ ഒരു 5-6 പ്രാവശ്യം കയറി പഠിക്കുക. അതായത് ഏതെങ്കിലുമൊക്കെ സ്റ്റോപ്പ് നമ്മൾ കയറുക ഇറങ്ങുക, പിന്നെയും കയറുക ഇറങ്ങുക, അങ്ങനെ ഒന്ന് കളിച്ച് നോക്കിയപ്പോൾ കാല് താനേ ശരിയാവും. അല്ലെങ്കിൽ വീട്ടിൻ്റെ സ്റ്റെപ്പ് കയറി ഇറങ്ങുക, നീ പറ്റൂല എന്നറിയുമ്പോൾ നമ്മളെ ബോഡി പിന്നെയും പിന്നെയും വീക്കാവുക ചെയ്യുക അല്ലേ. അങ്ങനെ പിന്നെ കിച്ചണിൽ നിന്നിട്ടുള്ള ഒരു ഫുൾ ടൈം കിച്ചണ് എന്നുള്ള ഒരു വിചാരമാണ് അധികം ലേഡീസിന്. അവർ അതിൻ്റെ ഭരണം ആർക്കും വിട്ടുകൊടുക്കൂല അല്ലേ. അപ്പോൾ നമ്മൾ കുറച്ച് ഏജ്ഡ് ആയിക്കഴിഞ്ഞാൽ കിച്ചണിൻ്റെ കീ കുട്ടിയൊക്കെ ഹാൻഡ് ഓവർ ചെയ്യുക, അവരുണ്ടാക്കട്ടെ, അവർ കഴിക്കട്ടെ, അവർക്ക് ചിലവ് കൺട്രോൾ ചെയ്യട്ടെ. അങ്ങനെ ആകുമ്പോൾ അവരിൽ ഒരുപാട് മാറ്റങ്ങളും, അവർ ശാസ്ത്രീയമായിട്ട് പഠിച്ചിട്ടും അവരറിവ് വെച്ചിട്ടുമൊക്കെ അവർ പല ഫുഡും ഉണ്ടാക്കും. വീക്കിലി 1 or 2 1-2 പ്രാവശ്യം വേണമെങ്കിൽ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാം. നമുക്ക് അതുമായിട്ടുള്ളൊരു കണക്ഷൻ പോകരുതല്ലോ അല്ലേ. ഫുഡ് തീരെ അടുക്കള കയറിയിട്ടില്ലെങ്കിൽ നമുക്ക് കറിയൊന്നും ഉണ്ടാക്കാൻ പറ്റൂല. അപ്പം നമ്മൾ നല്ല ഒരു പിന്നെ കറിയൊക്കെ ഉണ്ടാക്കാനും ഫുഡ് ഉണ്ടാക്കാനുള്ള ആ കഴിവ് നമുക്ക് നഷ്ടപ്പെടുത്തേണ്ട. ഒരു ആഴ്ചയിലോ 1-2 പ്രാവശ്യം നമുക്ക് കിച്ചണിൽ കയറാം, ബാക്കി എല്ലാ കാര്യങ്ങളും കുട്ടികളങ്ങ് ഏൽപ്പിച്ച് കൊടുക്കുക അല്ലേ. പിന്നെ വൈകുന്നേരമൊക്കെ ഒഴിവുണ്ടെങ്കിൽ ലേശം നടക്കാൻ ശ്രമിക്കുക, അതൊക്കെ വളരെ നല്ലതാണ്. ഇനിയിപ്പോൾ ഏജായിപ്പോയി, മെനോപ്പോസായി എന്നും പറഞ്ഞാൽ ആരും ചുരുണ്ട് കൂട്ടി വീട്ടിലിരിക്കേണ്ട. പിന്നെ എല്ലാ മാസവും പിന്നെ ഈ ഗർഭപാത്രം പിന്നെ ഗർഭധാരണ പ്രതീക്ഷിച്ചും കൊണ്ട് ഗർഭപാശയം ഒരു സജ്ജമാക്കുന്നു സ്ത്രീകളിൽ അല്ലേ. ഈ രക്തക്കുഴലുകൾ വികസിച്ച് വലുതായി അണ്ടത്തെ സ്വീകരിക്കാൻ ഒരുങ്ങുന്നു. അതായത് ഭർത്താവുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അണ്ടം സ്വീകരിച്ച് ഗർഭധാരണം നടക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ബോഡി അതിനായിട്ട് ഒരുങ്ങി നിൽക്കുന്ന ഒരു സമയമാണ് ഇത്. അപ്പോൾ ഈ ഗർഭാശയ പൂർണ്ണാവസ്ഥയിലേക്ക് 14 ദിവസം കഴിയുമ്പോൾ വീണ്ടും അണ്ടോൽപാദനം തുടങ്ങി പൂർവാവസ്ഥയിലേക്ക് തന്നെ പോകുന്നു. ഈ വികസിച്ച രക്തക്കുഴലുകളും കോശങ്ങളും രക്തസ്രാവമായിട്ട് പുറത്തു പോകുകയും സമയം കഴിയുമ്പോൾ അത് ബോഡി ഫ്ലഷ് ഔട്ട് ചെയ്യുന്നു അല്ലേ. അപ്പോൾ ഈ മെൻസസ് തന്നെ ചിലരിൽ നീണ്ടു നിന്നേക്കാം, ചിലരിൽ കുറഞ്ഞ 7 ദിവസം 16 ദിവസം, അങ്ങനെ കുറച്ച് ദിവസങ്ങൾ, അത് ഓരോരുത്തരും ഓരോ ബോഡിക്ക് അനുസരിച്ച് വ്യത്യസ്തമായിരിക്കും. പിന്നെ 45 മുതൽ 45 to 55 ഏജ് വരെയാണ് ഇതിൻ്റെ ഇടക്കാണ് ഇത് സംഭവിക്കുന്നത്. അധിക പേരിലും 50 ഏജസിലാണ് ഈ മെനോപോസ് സംഭവിക്കുന്നത്. ഏകദേശം 1 year ആകുമ്പോൾ മുൻപേ തന്നെ മെനോപോസിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയേക്കാം. അതൊക്കെ കാണുമ്പോൾ നമുക്ക് റിയലൈസ് ചെയ്യാം. അതായത് മേ ബി അതിൻ്റെ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ചിലർക്ക് ഭയങ്കര ബ്ലീഡിങ് ആയിരിക്കും. ഈ 48-50 അടുക്കുമ്പോൾ ഓവർ ബ്ലീഡിങ്ങും ഓവർ മെൻസസൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ ഡോക്ടറെ കാണിച്ചാൽ ഡോക്ടർ പറയും യൂട്രസിലൊരു ഗ്രോത്ത് ഉണ്ട്, ഇതുണ്ട്, നമുക്ക് ഗർഭപാത്രം റിമൂവ് ചെയ്യണം എന്നൊക്കെ. ഏകദേശം മെൻസസ് സ്റ്റോപ്പേജിൻ്റെ അടുത്തെത്തി, മെനോപോസിൻ്റെ അടുത്തെത്തി കഴിഞ്ഞിട്ട് ഈ ബ്ലീഡിങ് സിംറ്റംസൊക്കെ കണ്ടാൽ മാക്സിമം പിടിച്ച് നിന്ന്
യൂട്രസ് റിമൂവ് ചെയ്യാതിരിക്കുകയാണ് ബുദ്ധി. കാരണം എൻ്റെ അറിവിൽ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള എൻ്റെ ബന്ധുക്കളിൽപ്പെട്ട ചിലരൊക്കെ അതുപോലെ ബ്ലീഡിങ് ഉണ്ടായിട്ടും പിന്നെ യൂട്രസ് എടുക്കാണ്ട് തന്നെ അവർക്ക് മെനോപോസ് സംഭവിച്ചു അല്ലേ. എന്നാൽ നമ്മളിൽ അധിക പേരും ഈ പിന്നെ യൂട്രസ് റിമൂവ് ചെയ്യാൻ ഡോക്ടർമാർ പറയുന്നതിനേക്കാൾ മുമ്പ് അവർ ധൃതിയിലാണ് അല്ലേ, വേഗം എടുക്കാം എന്നുള്ള ഒരു മൂഡിലാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യേണ്ട. പിന്നെ ഈ ഓവർ ബ്ലീഡിങ് ഒക്കെ മെൻസസിൻ്റെ മെനോപോസിൻ്റെ ലക്ഷണങ്ങളാണ്. അത് കഴിഞ്ഞാൽ അങ്ങ് മാറിക്കോളും എന്നുള്ള രീതിയിൽ ഹോമിയോ മെഡിസിൻസോ ആയുർവേദ മെഡിസിൻസൊക്കെ കുടിച്ച് അങ്ങ് ആ ഡേറ്റ് വരെ നീട്ടിക്കൊണ്ടേ സമയമാകുമ്പോൾ മെൻസസ് നിന്നോളും. പിന്നെ ഈ ഹോട്ട് ഫ്ലഷ് എന്ന് പറയുന്നത് ഭയങ്കര ചൂട്, അതായത് ഹോട്ട് ഫീലിംഗ് ബോഡിയിൽ, അത് കഴുത്ത്, മുഖം, നെഞ്ചിൻ്റെ ഭാഗം, ഈ സ്ഥലത്തൊക്കെയാണ് ഭയങ്കര ചൂട്. ഇനി ഫാനിട്ടാലും ഒന്നും ഉറക്കവും കിട്ടൂല, ഉറക്കത്തിനും ഭയങ്കര ഡിസ്റ്റർബൻസ് വരും. ഫാനിൻ്റെ ചോട്ടിൽ ഞാനൊക്കെ ഈ മെനോപോസ് വന്നപ്പോൾ ഫാനിൻ്റെ ചോട്ടിൽ, ഞാനിത് പറയാൻ കാരണം നിങ്ങൾക്ക് ആർക്കും അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതായത് ഫാനിൻ്റെ ചോട്ട് തന്നെ ആയിരുന്നു കിടക്കൽ. അങ്ങനെ കിടക്കരുതെന്ന് ഡോക്ടേഴ്സ് അഡ്വൈസ് ചെയ്താലും ഫാനിൻ്റെ ചോട്ട് തന്നെ കിടക്കണം, അല്ലാണ്ട് ഉറക്ക് വരൂല. അപ്പോൾ എങ്ങനെയെങ്കിലും ഉറങ്ങണമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ കിടക്കും. അങ്ങനെ കിടന്ന് എനിക്ക് കിട്ടിയൊരു സമ്പാദ്യം എന്താ വെച്ചാൽ മൗത്ത് ഡ്രൈനെസ്സും ഐ ഡ്രൈനെസ്സും വന്നു. അപ്പോൾ ഐ ഡ്രൈനെസ്സിനെ കുറിച്ച് ഞാൻ പിന്നെ പഠിച്ചു നോക്കുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കി വെച്ചാൽ കണ്ണിൽ ശക്തമായ കാറ്റേൽക്കുന്നത് കൊണ്ടാണ് ഐ ഡ്രൈനെസ് സംഭവിക്കുന്നത്. അപ്പോൾ ഐയും മൗത്തൊക്കെ വെറ്റായിട്ട് തന്നെ ഇരിക്കണം, ചെവിയും ഒക്കെ. അതിലൊക്കെ ഒരു നേരത്തെ ഒരു എന്താണ് വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഉണ്ടാവില്ല നമ്മളെ വായിൽ. അപ്പോൾ അതൊക്കെ ഡ്രൈ ആയി പോകണം. അപ്പോൾ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ കുറേ കാലങ്ങൾ 5-8 കൊല്ലങ്ങൾ ഇങ്ങനെ ഫാനിൻ്റെ ചോട്ടിൽ തന്നെ കിടന്നത് കൊണ്ടായിരിക്കും. ഇപ്പം ഞാൻ അധികവും ഫാനിൻ്റെ ചോട്ടിൽ നിന്ന് മാറിക്കിടക്കാനായിട്ട് ശ്രമിക്കലുണ്ട്. കാരണം ഇനിയും ഡ്രൈനെസ് വന്നാൽ അതിൻ്റെ എന്തെങ്കിലും ആഫ്റ്റർ എഫക്റ്റ് തന്നെ ബോഡിയിൽ ബാധിക്കുമല്ലോ എന്ന് വിചാരിച്ച്. പിന്നെ ഈ ഹോട്ട് ഫ്ലഷസ് എന്ന് പറയുന്നത് ചിലരിൽ 70 വയസ്സായാലും 60 ആയാലും 65 ആയാലും ഒക്കെ ചിലർ 4-5 വർഷമാകുമ്പോഴത്തേക്ക് കുറയേണ്ടതാണ് ഈ മെനോപോസിൻ്റെ ചൂട്. പക്ഷേ ചിലരിലൊന്നും കുറഞ്ഞ് കാണുന്നില്ല. എനിക്കൊന്നും ഇപ്പോഴും ആ ഒരു ചൂട് കുറഞ്ഞിട്ടില്ല. പിന്നെ കട്ടിയുള്ള നൈറ്റി ഒന്നും യൂസ് ചെയ്യാണ്ട് ലൈറ്റ്, അതായത് കുറേ വാഷ് ചെയ്ത് നരച്ച കോട്ടൺ മാക്സികൾ ഉണ്ടാവില്ല, അതൊക്കെ ആയിരിക്കും രാത്രി യൂസ് ചെയ്യാൻ നല്ലത്. അപ്പോൾ ബോഡിക്ക് നല്ലൊരു റിലാക്സേഷനാണ്. അണ്ടർ സ്കേർട്ട് ഇടാൻ പറ്റൂല, ബ്രേസിയർ യൂസ് ചെയ്യാൻ പറ്റൂല, അത്രയ്ക്കൊരു എന്താ പറയുക, ഒരു ബോഡിയിൽ എന്തൊക്കെയോ ഒരു ഇതാണ്. അതങ്ങനെയൊക്കെ ലൈറ്റായിട്ട് കിടക്കുമ്പോൾ ഒരു സ്വസ്ഥത കിട്ടും. ഇതൊക്കെ അതൊന്നും ഇല്ലാണ്ട് ഏറ്റവും പഴയ തിന്നായിട്ടുള്ള മാക്സി ഇട്ട് എല്ലാ അണ്ടർവെയർസൊക്കെ ഊരി കിടക്കുകയാണെങ്കിൽ ബോഡിക്കൊരു ലേശം ഒരു റിലാക്സേഷനാണ്. അതല്ലെങ്കിൽ ഭയങ്കര ഒരു പൊറുതിക്കേടാണ്. പിന്നെ ചിലർക്ക് ഏർലി മെനോപോസ് ഉണ്ടാവും, ചിലർക്ക് പിന്നെ ലേറ്റ് മെനോപോസും ഉണ്ടാവും. അതായത് വയസ്സ് 55-60 വരെ നീളുന്നവരുണ്ടാവും. അതേസമയം ചിലർക്ക് 30-ലും 40-ലൊക്കെ പിന്നെ സംഭവിക്കുന്നതുണ്ട്. പക്ഷേ ഏർലി മെനോപോസ് അത്ര നല്ലതല്ല എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. കാരണം അതുകൊണ്ട് നമ്മുടെ ബോഡിയിലുള്ള പ്യൂരിഫിക്കേഷൻ നിന്ന് പോകുന്നുണ്ടല്ലോ. പിന്നെ ഈ മെനോപോസ് നിന്ന് കഴിഞ്ഞാൽ ലേഡീസിൻ്റെ ശരീരത്തിൽ ബോഡിയിലുണ്ടാകുന്ന ഈ അശുദ്ധ രക്തം ഉണ്ടല്ലോ, അത് റിമൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് കപ്പിംഗ് ട്രീറ്റ്മെൻറ്റ് വെരി വെരി എഫക്റ്റീവാണ്. അത് ചെയ്താൽ നമ്മളെ ബോഡിയിലുള്ള അശുദ്ധ രക്തം അന്ന് റിമൂവ് ചെയ്യാനും നമ്മളെ ബോഡിയിലുള്ള ഞരമ്പുകളും ചാനൽസൊക്കെ പിന്നെ ക്ലിയർ ചെയ്യാനും സാധിക്കും. പിന്നെ മെനോപോസ് ഈസ് നോട്ട് അവർ കൺട്രോൾ, ഇത് നമ്മുടെ കൺട്രോളിലല്ല അല്ലേ. നമുക്കറിയാം ഇത് അള്ളാഹുവിൻ്റെ ഒരു അള്ളാഹുവിൻ്റെ കൺട്രോളിലും തീരുമാനത്തിലൊക്കെ നടക്കുന്ന ഒരു സാധനം. നമ്മൾ വിചാരിക്കുമ്പോൾ ഒന്ന് മെൻസസ് ആവുകയോ മെൻസസ് സ്റ്റോപ്പ് ചെയ്യുകയോ ഒന്നുമില്ല. അത് പ്രത്യേകിച്ച് മനസ്സിലാവുന്നത് റമദാനിലാണ് അല്ലേ. നോമ്പ് പിടിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ കാതും കണ്ണും ഒക്കെ കൂർപ്പിച്ചിരുന്ന് മെൻസസ് ആവരുതേ എന്ന് വിചാരിക്കുമ്പോൾ അപ്പം കുറേ കൂടുതൽ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന കോൺസെൻട്രേഷൻ കൂടുമ്പോൾ മെൻസസ് ഡേയ്സ് കൂടുതലായിട്ട് കിട്ടും അല്ലേ. അപ്പോൾ അതൊക്കെ അള്ളാൻ്റെ കൺട്രോളിലുള്ള കാര്യങ്ങളാണ്. സോ വി കാനോട്ട് പ്രിവെൻറ്റ് ഇറ്റ്. അതുകൊണ്ട് നമുക്കിത് പ്രിവെൻറ്റ് ചെയ്യാനൊന്നും പറ്റൂല. അതുകൊണ്ട് ഇങ്ങനെ ഈ പ്രൊസീജിയേഴ്സ് നമ്മളെ ഓരോരുത്തരുടെ ബോഡിക്കും വ്യത്യസ്തമായിരിക്കും അല്ലേ. മെൻസസും അതിനുള്ള ബ്ലീഡിങ്ങും എല്ലാ കാര്യങ്ങളും ഓരോ ബോഡിക്കും വ്യത്യസ്തമായിരിക്കും. ഇപ്പോൾ ഞാൻ പറഞ്ഞ സിംറ്റംസ് തന്നെയും ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. ചിലരിലാണെങ്കിൽ ഇതൊന്നും അറിയാത്ത രീതിയിൽ കടന്നു പോയിട്ടും ഉണ്ടാകും. പിന്നെ മെനോപോസിൻ്റെ ടൈമിൽ നമ്മളെ ബോഡി ഒന്ന് കൂളായിട്ടിരിക്കാനും ഫീലിംഗ് ഗുഡ് ആവാനും ഒക്കെ നമുക്ക് എന്തെല്ലാം ഫുഡുകൾ ഇൻടേക്ക് ചെയ്യാം, ഉള്ളിലേക്ക് എന്തൊക്കെ ഭക്ഷണങ്ങൾ
എടുക്കാം എന്നതിനെക്കുറിച്ച് നോക്കാം അല്ലേ. അതായത് മുരിങ്ങ ഇല, ചീര, ലീഫി വെജിറ്റബിൾസ് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് വെരി വെരി യൂസ്ഫുള്ളാണ്. ആ സമയത്ത് നമ്മളെ ബോഡിക്ക് അത്രയും നല്ലതാണ്. പിന്നെ നട്ട്സ് സോക്ക് ചെയ്ത് കഴിക്കുക, അതായത് ബദാമൊക്കെ തലേ ദിവസം രാത്രി കുതിർത്ത് വെച്ച് പിറ്റേന്ന് കഴിക്കുന്ന ഒരുപാട് ബോഡിയിൽ നല്ല നല്ല ചേഞ്ചസ് വരുത്താനും നല്ല നല്ല പിന്നെ വൈറ്റമിൻസൊക്കെ ആഗിരണം ചെയ്യുവാനൊക്കെ സാധിക്കും. പിന്നെ ഗ്ലൂട്ടൻ ഫ്രീ ഓട്സ് കഴിക്കുക. വൈറ്റമിൻ ഡി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഫുഡ് അല്ലെങ്കിൽ സൂര്യപ്രകാശത്തുനിന്ന് വൈറ്റമിൻ ഡി മാക്സിമം ബോഡിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ ഈ വൈറ്റമിൻ ഇയും അത്യാവശ്യമാണ്. എള്ള്, വെള്ളുള്ളി മുതലായ സാധനങ്ങൾ ബോഡിയിൽ നല്ലതാണ്. അതായത് ഈ വൈറ്റെള്ളും എന്ത് അനീമിക് ബ്ലഡ് ഇല്ലാത്തവരാണെങ്കിൽ ബ്ലാക്ക് എള്ളായിരിക്കും നന്നാവുക. അതിന് ബ്ലാക്ക് എള്ളാണ് ഏറ്റവും ഉത്തമം. ഈ എള്ള് വാങ്ങിക്കൊണ്ട് ഈ ബോട്ടിലിട്ട് വെച്ചിട്ട് നമ്മൾ കഴിക്കുന്ന സലാഡിലോ വേറെ എന്തെങ്കിലും ഉപ്പേരികളിലൊക്കെ കുറച്ച് വിതറിക്കഴിഞ്ഞാൽ കുറച്ച് എള്ള് നമ്മുടെ ശരീരത്തിലെത്തും. അതിനായിട്ട് നമ്മൾ എള്ളുണ്ട ഉണ്ടാക്കാനും ഒന്നും ബുദ്ധിമുട്ടണമെന്നില്ല. പിന്നെ വെള്ളം കുടിക്കുന്ന കാര്യത്തിൽ എല്ലാ പോലെ തന്നെ നല്ല പ്രത്യേകം ശ്രദ്ധിക്കണം. ബോഡിയിലെ വിയർപ്പ് കുറയാനും ചൂട് കുറയാനും ബോഡിയിലുള്ള പിന്നെ അനാവശ്യ സാധനങ്ങളൊക്കെ വിയർപ്പിലൂടെ പിന്നെ പുറന്തള്ളപ്പെടാനൊക്കെ സഹായിക്കുന്നു. പിന്നെ ടെൻഷൻ വരുമ്പോൾ ടെൻഷൻ ബോധപൂർവം മാറ്റി വെക്കുക. അതിന് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, അത് ലോകത്തിലെ എല്ലാ സ്ത്രീകൾക്കും ഉള്ളതാണ് എന്നുള്ളൊരു ചിന്താഗതി കൊടുത്തിട്ട് സ്ട്രെസ്സും ടെൻഷനൊക്കെ മാറ്റി പിടിക്കുക. പോരാത്തപ്പോൾ ഒരുപാട് ടെൻഷൻ റിമൂവിങ് ക്ലാസ്സുകളൊക്കെ നമുക്ക് യൂട്യൂബിൽ ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ കേൾക്കുകയും കാണുകയൊക്കെ ചെയ്തിട്ട് ടെൻഷൻ ഇല്ലാണ്ടിരിക്കുക. പിന്നെ ഹെൽത്തി ഫുഡ് ഹാബിറ്റ്സ് ആണ് ഏറ്റവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഫ്രഷ് വെജിറ്റബിൾസ്, ലെറ്റ്യൂസ് മുതലായ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യുക. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞാൽ 40-50 ആയിക്കഴിഞ്ഞാൽ അരിഭക്ഷണവും ഗോതമ്പും അങ്ങനത്തതൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തിന്നാൻ ശ്രമിക്കുക. പിന്നെ ഒമേഗ 3 ഫാറ്റി ആസിഡ് എന്ന് പറയുന്നത് അത് നമ്മളെ മത്തിയിലൊക്കെ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്, മീനെണ്ണ ഗുളികകളിലുമൊക്കെ. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ ഈ പീരീഡിൽ ഞാൻ പറഞ്ഞ പോലെ ഈ സമയത്ത് നമ്മുടെ ഹസ്ബൻഡായിട്ടൊക്കെ മറ്റൊക്കെ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ ശ്രമിക്കുക. അങ്ങനെയൊക്കെ ഒരു ബോഡി കണ്ടീഷൻ ഉള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ ബിഹേവ് ചെയ്യുന്നത്, നിങ്ങളൊന്നും വിചാരിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അധികമേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുക്കുക. എന്നിട്ട് ഈ ടെൻഷനും സ്ട്രെസ്സൊക്കെ ഒഴിവാക്കി നല്ല ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങുക. അതായത് നമുക്ക് എല്ലാം ഖുർആനും ഹദീസും ദുആ അങ്ങനത്തെ ഒക്കെ ആണെങ്കിലും അതിൻ്റെ ഉള്ളിൽ കൂടെ ചിലർക്കൊക്കെ ചിലതിലെ പ്രത്യേക ഇഷ്ടങ്ങൾ, ചിലർക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമായിരിക്കും. ഇപ്പം എൻ്റെ ഉമ്മക്കൊക്കെ ആണെങ്കിൽ എന്തെല്ലാം ബുദ്ധിമുട്ടുള്ള പലഹാരങ്ങൾ എന്തെല്ലാം ആരും ഉണ്ടാക്കാൻ പറ്റാത്തൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടം. അങ്ങനെ അന്നൊന്നും യൂട്യൂബില്ല, പക്ഷെ എന്നിരുന്നാലും അതിൻ്റെ മോഡേൺ പിന്നെ ഭക്ഷണ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അതുപോലെ ഫുഡ് ഉണ്ടാക്കാൻ ഇഷ്ടമുള്ളവർ, വീട് ക്ലീൻ ചെയ്യാൻ ഇഷ്ടമുള്ളവർ, ചെടി ഉണ്ടാക്കാൻ പല ടൈപ്പ് ഇഷ്ടങ്ങൾ. പക്ഷേ ഇഷ്ടത്തിൻ്റെ പുറകെ ഫുൾ ടൈം പോകരുത്. എന്നാലും കുറച്ച് സമയം ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നിമിത്തം നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മളെ സ്ട്രെസ്സൊക്കെ കുറയും, മാനസികമായിട്ടൊരു ഉല്ലാസം. പ്രധാനമായിട്ട് തോന്നുന്നതാണ് കുറച്ചൊരു ചെടികളൊക്കെ ഉള്ള വീടാണ്, നല്ല ഭംഗിയായിട്ട് ചെടിയും പൂക്കളും അല്ലേ, ചെടിയിൽ നല്ല നല്ല പച്ച ഇലകളൊക്കെ നല്ല പച്ച നിറത്തിൽ ഇങ്ങനെ ഫ്ലഷ് ആയിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലൊരു സന്തോഷം ഉണ്ടാവും അല്ലേ. അങ്ങനെ കുറച്ച് സമയം ഒരു അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ വീട്ടിൽ അതിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ മെൻസസ് നിൽക്കാനാവുമ്പോൾ ഇറഗുലർ മെൻസസ് ആയിരിക്കും വരിക. അതായത് ചിലപ്പോൾ രണ്ടാഴ്ച വരെ നിൽക്കും, ചിലപ്പോൾ 5-6 മാസം വരെ മെൻസസ് ഉണ്ടാവില്ല, ചിലപ്പോൾ 1 മാസം വരും, ചിലപ്പോൾ 1 മാസം ഒന്ന് സൈൻ കാട്ടിയിട്ട് പോകും, മെൻസസ് ഉണ്ടാവില്ല. അങ്ങനെയാണ് ഉണ്ടാവാറ്. അങ്ങനെ കളിച്ച് നിന്ന് പോകുകയാണ് പതിവ്. ഇപ്പോൾ ഒരു കൊല്ലത്തിലധികം മെൻസസ് ഇല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം നമ്മൾ പിന്നെ മെനോപോസ് ആയിന്ന്. പിന്നെ ഇതൊക്കെ പറഞ്ഞ കാര്യങ്ങളാണല്ലോ അല്ലേ. പിന്നെ ഹോട്ട് ഫ്ലഷേഴ്സ് കൂടുതലും, ഭർത്താവിനായിട്ട് കുട്ടികളായിട്ടൊക്കെ എപ്പോഴും ദേഷ്യം പിടിക്കലും സെക്ഷൽ ഡ്രൈവ് കുറയലൊക്കെ അതൊക്കെ ഇതിൻ്റെ സിംറ്റമാണെന്ന് മനസ്സിലാക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവുക. പിന്നെ ആവശ്യമെങ്കിൽ ഇതിന് മെഡിക്കേഷൻസൊക്കെ ഉണ്ട്. അതിന് പിന്നെ വജൈനൽ ഡ്രൈനസിന് പിന്നെ അത് എന്താണ് ജെല്ലും ഒക്കെ കിട്ടാനുണ്ട്. ആവശ്യമാണിത്, സീരിയസ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അങ്ങനെയും ചെയ്യാം. പിന്നെ ഈ ഏർലി മെൻസസ് എന്ന് പറയുന്ന ചിലർക്ക് ഏർലി മെനോപോസ് വന്നു കഴിഞ്ഞാൽ, അതായത് സർജിക്കൽ ഇഷ്യൂസ് കാരണമൊക്കെ പിന്നെ മെനോപോസ് ആദ്യം വരും. അതായത് 30 വയസ്സാകുമ്പോഴൊക്കെ യൂട്രസ്
എടുത്ത് മാറ്റുന്ന കുറേ ആളിൻ്റെ എൻ്റെ അറിവിൽ ഒരു ആളുണ്ട് ഇതുപോലെ 30 വയസ്സാകുമ്പോഴത്തേൽ തന്നെ യൂട്രസ് റിമൂവ് ചെയ്ത, പക്ഷേ അവരെ ബോഡിയിൽ ഒരുപാട് പ്രശ്നങ്ങളാണ് എന്തൊക്കെയോ. അപ്പോൾ ആയുർവേദ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് നമ്മൾ കൺസൾട്ടിങ്ങിന് ചെന്ന് കഴിഞ്ഞാൽ ആദ്യം അവർ ചോദിക്കുക മെൻസസിൽ പിന്നെ ഇതൊക്കെ അങ്ങനെ എല്ലാ മാസവും മെൻസസ് ആവാറുണ്ടോ, അതിൻ്റെ ഡേറ്റിനാവുമോ എന്നൊക്കെ ചോദിക്കും. ഈ ഇതങ്ങ് ഗർഭപാത്രം റിമൂവ് എന്ന് പറഞ്ഞാൽ അവരൊരു തലക്കൊരടിയാണ്. അപ്പം നമ്മൾ ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം ഗർഭപാത്രം എന്ന് പറയുന്നത് നമുക്ക് കമ്പൾസറിയാണ്, അത് ആവശ്യമുള്ളൊരു സാധനമാണ്, ബ്ലഡ് പ്യൂരിഫിക്കേഷൻ മെഷീനാണ്. അപ്പോൾ അത് മാക്സിമം നമ്മുടെ ബോഡി തന്നെ വെക്കാൻ സൂക്ഷിക്കില്ല, ഉണ്ടാവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ അതിൽ ഇനിയിപ്പോൾ എന്തെങ്കിലും ഗ്രോത്തോ സിസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അതല്ലാത്ത രീതിയിൽ റിമൂവ് ചെയ്യാൻ ഇപ്പോൾ മറ്റേ ഇതുണ്ടല്ലോ, എന്താ പറയുക, അക്യുപഞ്ചർ, ഹോമിയോ, അങ്ങനെ പല മെഡിസിൻ കഴിച്ചിട്ട് ചിലർക്കൊക്കെ അത് പിന്നെ അങ്ങ് റിമൂവായി പോകുന്നുണ്ട്. ഈ ഓപ്പറേഷനും യൂട്രസ് റിമൂവ് ചെയ്യാത്ത രീതിയിലൊക്കെ അങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ ഒന്ന് ശ്രമിച്ച് നോക്കുക. അങ്ങനെ പോയാൽ അതല്ല നല്ലത്. അതും നമ്മളെ ബോഡിയിൽ കത്തി വെക്കുന്ന വലിയ നല്ല കാര്യമൊന്നും അല്ലല്ലോ. അങ്ങനെ പിന്നെയാണ് എൻ്റെ പരിചയത്തിൽ ഒരാൾ ഇതുപോലെ നേരത്തെ ഏർലി മെനോപ്പോസ് 30-ലോ 35-ലോ മെനോപ്പോസ്, അവർക്കില്ലാത്ത അസുഖങ്ങളില്ല. ഷുഗറും ഹാർട്ടും പ്രഷറും BP-യും തൈറോയിഡും ഞാൻ പറഞ്ഞില്ല, കൊട്ട നിറച്ച് സൂക്കട. അപ്പം എനിക്ക് തോന്നി ഇതായിരിക്കാം കാരണം, അതേ മെൻസസ് നിന്നത് കൊണ്ടായിരിക്കാം. അവർക്ക് പിന്നെ റിമൂവ് ചെയ്തൊന്നല്ല, താനേ നിന്നതന്നെ. അങ്ങനെ അപ്പോൾ മെൻസസിനെ സംബന്ധിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളാണ്. ക്ലാസ് കഴിഞ്ഞിട്ട് ഇനി എന്തെങ്കിലും എനിക്കറിയാവുന്ന സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ചാൽ പറയാം ഇൻഷാ അല്ലാ. പിന്നെ ഇതെങ്ങനെ കുറയ്ക്കാന്നുള്ളതിനെ കുറിച്ചിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറഞ്ഞു തരാമെന്ന് വിചാരിക്കുന്നു ഇൻഷാ അല്ലാ.